Very good evening, everyone. Welcome to Magic English. Let's start our session. So, നമ്മൾ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ അധികം യൂസ് ചെയ്യാറില്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് എന്നാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ സഞ്ചരിക്കാം എന്ന് ഉദ്ദേശിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അറിയുന്നതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യട്ടെ, എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് 2-3 തരത്തിൽ നമുക്ക് ചോദിക്കാം. എനിക്ക് ചെയ്യാൻ കഴിയോ, എന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് സാധിക്കുമോ, ഞാൻ ചെയ്യട്ടെ എന്നൊക്കെ ഉള്ളതിന് ഏതൊക്കെ വിധത്തില് പറയാനായിട്ട് സാധിക്കും? അപ്പൊ ഞാൻ ചോദിക്കാം, ഞാൻ ചെയ്യട്ടെ. ഹൗ ക്യാൻ വി സേ ഞാൻ ചെയ്യട്ടെ? Can I do? ഹായ് അഫ്ല. Hi. ഹായ്, വെൽക്കം. ക്യാൻ ഐ ഡു, ഞാൻ ചെയ്യട്ടെ. എനിക്ക് ചെയ്യാൻ കഴിയുമോ, ഞാൻ ചെയ്യട്ടെ. കറക്റ്റ് ആണ്. വേറെ എങ്ങനെ ചോദിക്കാതെ? വേറെ ആരെങ്കിലും പറയൂ. Can I do? Let me do. Okay. Okay then. Next one. May I do? May I do? Very good. But one more thing. ഇനിയും കാണും, ധാരാളം കാണും. One more thing. ഞാൻ ചെയ്യട്ടെ, എനിക്ക് ചെയ്യാൻ പറ്റുമോ? എനിവേ ഞാൻ പറയാം. അപ്പോ നിങ്ങൾ പറഞ്ഞതിൽ തന്നെ എല്ലാം ഉണ്ട്. ക്യാൻ ഐ ഡു, ഞാൻ ചെയ്യട്ടെ, ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഞാനൊന്ന് ചെയ്തോട്ടെ എന്ന് നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമുള്ള ആരുടെ അടുത്ത് നമുക്ക് ക്യാൻ ഐ വെച്ചിട്ട് ചോദിക്കാം. ക്യാൻ ഐ, ക്യാൻ ഹി, ക്യാൻ ഷി, അങ്ങനെ ഐ മാറ്റിയിട്ട് എന്ത് വേണോ വെച്ചാൽ ചെയ്യാം. അങ്ങനെ ക്യാൻ എന്ന് ഉപയോഗപ്പെടുത്തിയിട്ട് ചോദിക്കുമ്പോൾ ശരിക്കും അതിന്റെ അർത്ഥം വരണത് കഴിയുമോ, സാധിക്കുമോ, പറ്റുമോ എന്നൊക്കെയാണ്. എന്നാല് എനിക്ക് ഞാൻ ചെയ്യട്ടെ എന്ന് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടെ നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ടും ക്യാൻ യൂസ് ചെയ്യാം. ഫ്രണ്ട്സിന്റെ അടുത്ത്, നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത്, വളരെ സ്വാതന്ത്ര്യമുള്ള ആളുകളുടെ അടുത്തൊക്കെ ചോദിക്കാം അങ്ങനെ ക്യാൻ വെച്ചിട്ട്. കുഡ് വെച്ചിട്ടും ചോദിക്കാം. കുഡ്, കുഡ് എന്ന് പറഞ്ഞാൽ COULD, കുഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കുഡ്. ശരിക്കും കുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തോളൂ. കമാൺ. ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ്. അപ്പൊ കുഡ് എന്താണ് അർത്ഥം വരിക? ക്യാൻ കഴിയുക, കുഡ് കഴിയുമായിരുന്നു, കഴിയുമായിരുന്നു, കഴിഞ്ഞു. യെസ്. അപ്പൊ കഴിഞ്ഞു എന്നാണ്. പക്ഷെ നമ്മൾ ഈ ക്യാൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കുഡ് ഐ ഡു, എനിക്ക് ചെയ്യാൻ പറ്റുമോ, കുഡ് ഐ എന്നുള്ള രീതിക്ക് ചോദിക്കാറുണ്ട്. റെയർ യൂസേജ് ആണ്, അധികം കാണാറില്ല. നമുക്ക് വലിയ സ്വാതന്ത്ര്യമില്ല. നമ്മുടെ സമവയസ്കരായേക്കാം ഒരു പക്ഷേ. അതുപോലെ തന്നെ നമ്മുടെ പരിചയത്തിൽ അത്രത്തോളം നമുക്ക് സ്വാതന്ത്ര്യം എടുത്ത് സംസാരിക്കാൻ പറ്റാത്ത ചില ആളുകളാണ്. എന്നാൽ മുതിർന്നവരൊന്നുമല്ല, വളരെയധികം റെസ്പെക്ട് കൊടുക്കേണ്ടുന്ന ആളുകളൊന്നും അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുഡ് വെച്ചിട്ട് പറയാം. കുഡ് ഐ ഡു, ഞാൻ ചെയ്യട്ടെ, കുഡ് ഐ. എന്നാൽ ഫോർമൽ സെറ്റിംഗ്സിൽ ഇതാണ് നമ്മൾ നേരത്തെ ആരോട് പറഞ്ഞത് മാതിരി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ചെയ്യട്ടെ എന്ന് പറയാൻ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത് ശരിക്കും അതാണ് ഫോർമൽ. നമ്മൾ വിചാരിക്കും അത് ഇൻഫോർമൽ ആണെന്നല്ല, ശരിക്കും അത് ഫോർമൽ ആണ്. ക്യാൻ, കുഡൊക്കെ ഇച്ചിരി ഇൻഫോർമൽ ആണ്. സ്വാതന്ത്ര്യമുള്ള ആരുടെ അടുത്ത്, നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമുക്ക് ക്യാൻ വെച്ച് ചോദിക്കാം. കുഡ് ഇച്ചിരി, ക്യാൻ ആണ് ഏറ്റവും അധികം നമുക്ക് ഫ്രീഡം കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ. എവിടെ എപ്പോ വേണേലും ഞാൻ ചെയ്യട്ടെ, ഞാൻ പറയട്ടെ, അങ്ങനെ ഫ്രീ ആയിട്ട് ഒരു കോമൺ യൂസേജ്. കുഡ് ആണെങ്കിൽ ഇച്ചിരിയും കൂടെ ഒരു പടി സ്വാതന്ത്ര്യം കുറവുണ്ട്, എന്നാ വലിയ റെസ്പെക്ട് ചെയ്യേണ്ടതൊന്നുമല്ല അങ്ങനെ. എന്നാൽ മേ ഐ ഡു, ഞാൻ ചെയ്യട്ടെ. മേ ഐ എന്ന് പറയുന്നത് ശരിക്കും വളരെയധികം ഫോർമൽ സെറ്റിംഗ്സിൽ പറയേണ്ടതാണ്. നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് മേ ഐ കമിൻ ടീച്ചർ ചോദിക്കാറുണ്ട് അല്ലെ, മേ ഐ കമിൻ സർ അങ്ങനെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഒരുപാട് എന്താ പറയുന്നത്, ഒത്തിരി ഒത്തിരി പേര് നമ്മളെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി വൈവയുടെ മുമ്പിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും. അപ്പൊ നമ്മൾ ആ ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് എക്സ്ക്യൂസ് മീ, മേ കം ഇൻ. അപ്പൊ മേ ഐ വളരെ ഫോർമൽ ആണ്. പക്ഷെ നമ്മള് കുട്ടികൾ പരസ്പരം അല്ലെ, സ്റ്റുഡൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ പരസ്പരം മേ ഐ വെച്ചാ ചോദിക്കാറ്. ശരിക്കും അത് ഫോർമൽ ആണ്. ഏറ്റവും സ്റ്റാൻഡർഡൈസ്ഡ് ഫോമും മേ ഐ ആണ്. ഇനി ഇച്ചിരിയും കൂടെ സ്വാതന്ത്ര്യം എടുത്തിട്ട് നമുക്ക് എപ്പോഴും ആരോടും ചോദിക്കാം. എന്നാൽ ഫോർമൽ ആയിട്ട് അത്ര അധികം ചോദിക്കരുത്. നമ്മളൊരു അനുവാദം ചോദിക്കാന്ന് വെച്ചോളൂ. അത് ആര് പറയുന്നു നോക്കട്ടെ. നമ്മൾ ഒരാളടുത്ത് ഒരു അനുവാദം ചോദിക്കുവാണ്. എനിക്കിത് എടുക്കാം, ഞാനിത് ചെയ്യട്ടെ, എന്നെ ഇത് ചെയ്യാൻ അനുവദിക്കുമോ?
അത് ഇച്ചിരിയും കൂടെ പൊളൈറ്റ് ആയിട്ട് വളരെ റെസ്പെക്റ്റില് കുറച്ചും കൂടെ ഐയേക്കാൾ ഇച്ചിരിയും കൂടെ പൊളൈറ്റ് ആയിട്ട് എങ്ങനെ ചോദിക്കുമായിരിക്കാം? ആ വേർഡ് കിട്ടിയാൽ ഒരു പക്ഷെ പറയാൻ സാധിക്കുമായിരിക്കും. എന്നെ ഇത് ചെയ്യാൻ അനുവദിക്കുമോ? അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യട്ടെ എന്നുള്ളത്. അനുവദിക്കുക എന്നുള്ളത് Shall I do? വേർഡ് എന്തുവാണ്? അനുവദിക്കുക. Shall I do? അത് ഞാൻ ചെയ്തോട്ടെ. ഞാൻ ചെയ്തോട്ടെ Shall I അങ്ങനെ do? പറയാം. വേറെ ഏതെങ്കിലും ഇച്ചിരിയും കൂടെ. വൺ മോർ തിങ്. അതല്ല, കുറച്ചും കൂടെ ഒരു ഫോർമലായിട്ട് നമുക്ക് പറയാം. allow me to do എന്നെ ചെയ്യാൻ അനുവദിക്കൂ. allow ALLOW me allow me to do എന്നെ ചെയ്യാൻ അനുവദിക്കൂ. അപ്പോ allow me എന്ന് വെച്ചിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഫോർമലാ. മേ എന്ന് നമ്മൾ പറയുന്നേക്കാളും ഫോർമലാണ്. എന്തോ ഒരു ഭയാശങ്കയും ഇച്ചിരി റെസ്പെക്റ്റ് ഒക്കെ മിക്സ്അപ്പ് ചെയ്ത ഒരു ഫീലിംഗ് ആണത്. allow me to do എന്നെ ചെയ്യാൻ അനുവദിക്കൂ, ഞാൻ ചെയ്യട്ടെ എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കാം, allow me to വെച്ചിട്ടൊന്ന് പറയണേ. allow me to ഞാൻ പറയട്ടെ. എന്നെ Allow പറയാൻ me to say. Allow me to say. ഗുഡ്. allow me to say എന്നെ പറയാൻ അനുവദിക്കൂ അല്ലെ. ഞാൻ പറയട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. allow me to say ഞാനൊന്ന് പറയട്ടെ. അല്ലെ, നമുക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ഉള്ള ഒരു ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. സമ്മിശ്ര വികാരമാണ്. ഭയത്തെ ഒരു എന്താ പറയുന്നത്, സാധാരണ രീതിയിലുള്ള ഒരു ഫോർമൽ സെറ്റിംഗിൽ മതി, ഐ വെച്ചിട്ട് പറഞ്ഞാൽ മതി. പക്ഷെ ഇച്ചിരിയും കൂടെ ഒക്കെ ആകുമ്പോൾ ഒരു ഒഫീഷ്യൽ സെറ്റിംഗ്സിൽ ഞാൻ ചോദിക്കുന്നതിലൊന്നും കരുതരുതെന്ന്. എന്നെ പറയാൻ സമ്മതിക്കോ, ഞാനൊന്ന് പറയട്ടെ എന്ന് ചോദിക്കണം. ഒരു അനുവാദം ചോദിച്ചിട്ട് പറയാം എന്നുള്ള അർത്ഥത്തില്. allow me to do, allow me to say. അതുപോലെ എന്നെ ഒന്ന് പാടാൻ അനുവദിക്കോ, ഞാനൊന്ന് പാടട്ടെ എന്നുള്ളത് allow വെച്ചിട്ട് പറയൂ. Allow me to sing. allow me to sing. ഇനി എല്ലാവരും ഒന്ന് കുറച്ച് allow me to എന്ന് വെച്ചിട്ട് പറയണേ. ഞാൻ സ്പീഡപ്പ് ആയിട്ട് ചോദിക്കുകയാണ്. ശരം പോലെ ആൻസേഴ്സ് വരട്ടെ. സിമ്പിൾ ആയിട്ടുള്ള ചോദിക്കത്തുള്ളൂ. എന്നെ ഒന്ന് എഴുതാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ ഞാൻ എഴുതട്ടെ. Allow me to write. allow me to write. ഇനി വേറെ ഇപ്പൊ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അഫ്ലഹ് ആണ്. നമ്മുടെ സെഷനിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. നമ്മുടെ ക്ലാസ് ഇതല്ല. അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉപരിതലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് പറയാൻ ശ്രമിച്ചോളൂ. വേറെ ആരെങ്കിലും allow me വെച്ചിട്ട് ഞാൻ പറയാതെ നിങ്ങൾ എന്നെ ഒരു സെന്റൻസസ് പറഞ്ഞോളൂ. പെട്ടെന്ന് ഓരോരുത്തരും ഓരോന്ന് പറയൂ. allow me to write. allow me to write. Sina teacher? Yes. Yes, okay. Next one. Come on. പെട്ടെന്നാവട്ടെ. Allow me to go tour. allow me to go tour. ഞാൻ ടൂർ എന്നെ പോകാൻ അനുവദിക്കോ? ഓക്കെ അഫ്ലഹ്. then next one. come on, പറഞ്ഞോളൂ. allow me to jump. allow me to jump. സ്മിത ടീച്ചർ? Yes. okay, allow me to jump. okay, fine. അപ്പോ ഇനി വേറെ ആർക്കെങ്കിലും allow me വെച്ച് പറയാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? തയ്യാറാണോ? if you are interested, please on the mic and see. come on. okay, fine. അധികം സമയം നമ്മൾ തരുന്നില്ല. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ലാഗ് ഇട്ടാൽ ഹലോ കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും. യെസ്, ഹായ് സർ. സുരേഷ്. Hi sir, Suresh sir. Are you Am I audible there? okay. Hi, fine. Yes. What about you? Okay. What about you, sir? Yes, I'm doing well. Okay, sir. Did you hear? Hello. Did you hear yes, about here. allow me to? Can you say? Okay. Allow me to you can. go. Carry on. Allow me to go. Allow me to no, go. sir, you don't go. Wait, Yes. wait there. After session, you can go. Okay. Fine. Thank you, sir. Thank you so much. And next one. Yes, thank ആരെങ്കിലും you. ഒന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ. Okay, thanks. Stay there, sir. Simple a joke, okay. I think you could understand, right? അപ്പോ next one. allow me to എന്ന് വെച്ചിട്ട് ആരെങ്കിലും പറയുന്നോ? പറയുന്നെങ്കിൽ പറയൂ, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. Today's class is not like that. ഏകദേശം ഇതുപോലെ തന്നെയാണ്. നമ്മുടെ സ്മിത ടീച്ചർ സസ്പെൻസ് പൊളിച്ചു. ലെറ്റ് മീ വെച്ചിട്ട് പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്, മേ ഐ സ്റ്റാർട്ട്? സെഷനിലേക്ക് മൂവ് ചെയ്യട്ടെ? Yes. Are you ready?
യെസ് യെസ്. Yes. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ക്യാൻ വെച്ചിട്ട്, കുഡ് വെച്ചിട്ട്, മേ വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യട്ടെ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മുടെ അഫ്ല പറയുന്ന മാതിരി ഷോളായി വെച്ചിട്ട് ചോദിക്കാറുണ്ട്, വില്ല് വെച്ചിട്ട് ചോദിക്കാറുണ്ട് അല്ലെ? അങ്ങനെയൊക്കെ ചോദിക്കാം, ചെയ്യട്ടെ എന്നുള്ളതിന് അനുവാദത്തിന് ഒത്തിരി ചോദിക്കാറുണ്ട്. അതുമാതിരി ഇച്ചിരി കൂടെ ഒഫീഷ്യൽ സെറ്റിംഗ്സിൽ, ഫോർമൽ സെറ്റിംഗ്സിൽ മേ വെച്ചിട്ടാണ് ചോദിക്കേണ്ടത്. അതിനേക്കാൾ കുറച്ചുകൂടെ ഭയാശങ്കയോ ഒരു പേടിയും ബേജാറൊക്കെ ഇച്ചിരിയും കൂടെ കൂടുതൽ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സമ്മിശ്ര വികാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് allow me to വെച്ചിട്ട് ചോദിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, allow me to, then V1, വെർബ് 1 ആണ് യൂസ് ചെയ്യേണ്ടത്. allow me to sing, allow me to go, allow me to tell, അങ്ങനെ. ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. നമുക്ക് സിമ്പിൾ ആയിട്ട് സംസാരിക്കാൻ ഇഷ്ടം ഒഫീഷ്യൽ സെറ്റിംഗ്സിൽ മാത്രമല്ല, നമുക്ക് ആരോടും എപ്പോ വേണമെങ്കിലും ഒഫീഷ്യൽ സെറ്റിംഗ്സിൽ അത് പറയാൻ ശ്രമിക്കരുത്. എന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സംസാരിക്കുമ്പോൾ ആരോടും, ഫ്രണ്ട്സിനോടും പാരന്റ്സിനോടും അത്യാവശ്യം സ്വാതന്ത്ര്യം ഉള്ളിടത്തും അങ്ങനെ നമുക്ക് ഒരു കാഷ്വൽ ടോക്കിൽ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ്, ഒരു സംഗതിയാണ് അനുവാദം ചോദിക്കുന്നത്. ചെയ്യട്ടെ എന്നൊരു അനുവാദം ചോദിക്കുന്നത്, അല്ലെങ്കിൽ അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്യും. മനസ്സിലായോ? അനുവാദം കിട്ടിയാലേ ചെയ്യുന്നില്ല, അനുവാദം കിട്ടിയിട്ടില്ലെങ്കിലും ചെയ്യും. അതുമാതിരി ഇച്ചിരി സ്വാതന്ത്ര്യം കൂടുതലാണ്. നമുക്ക് കാഷ്വൽ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ലെറ്റ്, LET, ലെറ്റ്. allow എന്ന് പറഞ്ഞാലും അനുവദിക്കുക. അതെ, allow എന്ന് പറഞ്ഞാലും അനുവദിക്കുക എന്നാണ്, ലെറ്റ് എന്ന് പറഞ്ഞാലും അനുവദിക്കുക എന്നാണ്. പക്ഷെ allow me to എന്ന് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇച്ചിരിയും കൂടെ അത് ഒഫീഷ്യൽ ആണ്, പ്രൊഫഷണൽ ആണ്, ആൻഡ് അത് ഇച്ചിരിയും കൂടെ ഫോർമൽ സെറ്റിംഗ്സിൽ യൂസ് ചെയ്യുന്നതാണ്, മേ ഐ വെച്ചിട്ട് പറഞ്ഞത് മാതിരി. എന്നാൽ ലെറ്റ് അങ്ങനെയല്ല. ലെറ്റ് നമുക്ക് ആരോടും പറയാം, സിമ്പിൾ ആയിട്ട് പറയാം. ആരോടും പറയാന്ന് പറയുമ്പോ എന്താ പറയുന്നത്, അത് ഒട്ടും മോശം. ഒരു ഫോർമൽ സെറ്റിംഗ്സിൽ യൂസ് ചെയ്യുന്നത് എന്തായാലും അത് അത്ര, അതിനേക്കാൾ നല്ലത് മേ ആയിരിക്കും. ഫോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് മേ ആയിരിക്കും, allow me ഒക്കെ ആയിരിക്കും, allow me to ഒക്കെ ആയിരിക്കും. നമുക്കിപ്പോ ഇവിടെ സിമ്പിൾ ആയിട്ട് പറയാം. ഞാൻ മലയാളത്തിൽ പറയാം, നിങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒന്ന് ശ്രമിച്ചോളൂ. ഞാൻ ചെയ്യട്ടെ, ലെറ്റ് വെച്ചിട്ടൊന്ന് പറയാൻ ശ്രമിക്കൂ. everyone, let I do. that is wrong. I മാറ്റിയിട്ട് let me. ശ്രദ്ധിച്ചോളൂ, LET ലെറ്റ് അനുവദിക്കുക എന്നാണ്. ലെറ്റ് മീ ഡു, ഞാൻ ചെയ്യട്ടെ, ലെറ്റ് മീ ഡു. നമ്മൾ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ടി ഒന്നും കേൾക്കില്ല, എഴുതണം പക്ഷേ പറയണ്ട. പറയുന്ന സമയത്ത് എങ്ങനെ പറയാം? Anybody say? Can anybody say? Let me do. Let me do. Let me do. Let me do. T silent there. Let me do, ഞാൻ ചെയ്യട്ടെ. ഓക്കെ, ലെറ്റ് മീ ഡു, ഞാൻ ചെയ്യട്ടെ. ഇനി നിങ്ങൾ റെഡി ആണെന്ന് തോന്നുന്നു അല്ലെ? ലെറ്റ് മീ ഡു. അപ്പൊ ഇനി ആ ഡു മാറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനെ V1 ഇങ്ങനെ മാറ്റി വെച്ചാൽ മതി. ഐ എം സേയിങ് ഇൻ മലയാളം, now you wanna translate into English starting with let. Okay, let me. Okay, listen here carefully and on the mic, everybody please do say, don't be silent. Your silence is not benefit for you. So everybody on the mic and say loudly. Okay, don't wait for anyone, you can speak. Listen. ഞാൻ പാടട്ടെ? Let me sing. Let me sing. ഞാൻ പാടട്ടെ, Let me sing. Yes, മറ്റുള്ളവർ എന്ത് പറയുന്നു? Don't afraid or don't consider. You say. Okay, everybody say together in your, what is in your mind you have to say. Open up. Let me do. Let me do. ഇനി നിങ്ങൾ എങ്ങനെ പറയണം? To വെച്ച് പറയണ്ട. Let me ആകും. Let me do. അതല്ലേ എളുപ്പം കുറച്ചുകൂടെ പറയുന്ന സമയത്ത്. Let me do. ഞാൻ പാടട്ടെ. Let me sing. ഞാൻ ഓടട്ടെ. Let me run. ഞാൻ എഴുതട്ടെ. Let me write. ഞാൻ നോട്ട് എഴുതട്ടെ. Let me write the note. Let me write the note. ഞാൻ വായിക്കട്ടെ. Let me read. ഞാൻ ഇംഗ്ലീഷ് വായിക്കട്ടെ. ഇതുപോലെ ആലോചിക്കരുത്, പെട്ടെന്ന് പറഞ്ഞു. Let me read English. Okay, ഞാൻ നോവൽ വായിക്കട്ടെ. ആലോചിക്കരുത്. നിങ്ങൾ മലയാളം ആക്കണ്ട, മലയാളം ഇംഗ്ലീഷിലേക്ക് ആക്കണ്ട, നിങ്ങളുടെ ഉള്ളിലുണ്ട്. സോ യു ഹാവ് ടു സേ let me read
നോവൽ. Let me read. ഞാൻ പോകട്ടെ, ഞാൻ പോട്ടെ. Let me go. എല്ലാരും പറട്ടെ, അത്ര മാത്രം പറഞ്ഞാ പോരാ. Let me go. Okay. ഞാൻ അമ്പലത്തിലേക്ക് പോട്ടെ. Let me go to temple. Let me go to temple. Let me go to temple. Okay. ഞാൻ പ്രാർത്ഥിക്കട്ടെ. Let me ശല്യപ്പെടില്ലേ? pray. Let me pray ആണ്. നമുക്ക് ഇച്ചിരി കൂടെ സ്പീഡില് ഷോർട്ട് ചെയ്തിട്ട് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ കൂടെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ലെറ്റ് മീ എന്ന് പറഞ്ഞേക്കാൾ ഈസി അതായിരിക്കും. Let me pray. Let me go. Okay. Listen here. Did you understand? Let me മനസ്സിലായോ? Let me വെച്ചിട്ട് സംസാരിക്കാൻ മനസ്സിലായോ? Is it okay for you? Is it okay for you, everyone? Yes. So listen. അപ്പൊ let me okay. ഈ let me ആണ് നമ്മൾ ലെമ്മി ആക്കിയത്. ഇനി മീ മാറ്റിയിട്ട് വേറെ ഓരോന്നാക്കുമ്പോൾ നമ്മൾ അതിന് മുറിക്കാൻ പറ്റത്തില്ല. അതൊന്ന് ശ്രദ്ധിക്കണേ. let me ആണ് ലെമ്മി ആവുന്നത്. എഴുതുമ്പോ ഇല്ല, എഴുതുമ്പോ let me എന്ന് തന്നെ എഴുതണം. പറയുമ്പോഴാണ് നമ്മൾ let me write. ഞാൻ പറയട്ടെ. മ്യൂട്ടാണ്. Come on, ഞാൻ പറയട്ടെ. Let Let me say or let me tell. Tell എന്ന് പറയാം, say എന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ. Let me ask. Let me ask. Very good. Let me ask. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ, ഞാനൊന്ന് രുചിച്ചു നോക്കട്ടെ. Let me taste it. Let me taste. Very good. ഞാനൊന്ന് ചിന്തിക്കട്ടെ. ചിന്തിച്ചിട്ടൊക്കെ പറയാം. ഞാനൊന്ന് ചിന്തിക്കട്ടെ. Let me think. Yes. Hi, Prithyu. Is it Prithyu? Hi, good evening. Okay, Yes, ma'am, I am here. Okay, did you understand? Yes, I understood. Okay, fine. Let me think. ഞാൻ ചിന്തിക്കട്ടെ. ഞാൻ മറക്കട്ടെ. Let me forget. Let me forget. വെർബ് വൺ ആണ്, അതായത് മറക്കുക എന്നുള്ള അർത്ഥം വരണം. ഫോർഗോട്ട് മറന്നു, അത് V2 ആണ്, വെർബ് 2. V1 ആണ് വേണ്ടത്. Let me forget. Let me forget. ഞാൻ ഓർമ്മിക്കുക. Let me remember. Let me remember. Very good. ഞാൻ ഓർമ്മിക്കട്ടെ. കറക്റ്റ് ആണ്. അപ്പൊ let me എന്നുള്ളതിനെയാണ് നമ്മൾ ലെമ്മി എന്ന് ഷോർട്ടൺ ചെയ്ത് പറഞ്ഞത്. അന്നേരം നമുക്ക് കുറച്ചുകൂടെ സ്പീഡായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. ഇനി ലിസൺ, ഈ മീനെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് അവൻ പറയട്ടെ. അവൻ. Let he say. Let's അത് കൃത്യ പറഞ്ഞ he അല്ല. What? Let him. Okay, what? Yes. Him ആണ് ട്ടോ. അത് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ നിങ്ങള് ഐ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഐ അല്ല, ലെറ്റ് ഐ അല്ല എന്ന് പറഞ്ഞു അല്ലെ? ലെറ്റ് മീ ആണ്. അതുപോലെ ഇവിടെ എന്താണ്? ലെറ്റ് ഹി അല്ല, ലെറ്റ് ഹിം ആണ്. ലെറ്റ് ഹിം സേ. അവൻ പറയട്ടെ. വെറുതെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, അവൻ പറയട്ടെ. ലെറ്റ് ഹിം സേ. ലെമി. അവിടെ ലെമ്മി എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ലെറ്റിലെ ടീ കളയാൻ പറ്റില്ല അല്ലെ? ലെറ്റ് ഹിം ആണ്. അവിടെയൊന്നുമില്ല. മീയുടെ അവിടെ മാത്രമാണ് നമ്മൾ ലെമ്മി പറഞ്ഞത്. അത് ശ്രദ്ധിക്കുക. ബാക്കിയുള്ളിടത്തൊക്കെ ലെറ്റ് ടീ കേൾക്കണം. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ. നിങ്ങള് ലെറ്റ് ഹിം വെച്ചിട്ട് പറയുവാണ്. അവൻ ചെയ്യട്ടെ. Let him do. Let him do. അവൻ ചെയ്യട്ടെ. അവൻ പോകട്ടെ. Let him go. അവനവന്റെ പണി നോക്കി പോട്ടെ അല്ലേ? Let him go. Let him go. അവൻ പോട്ടെ. അവൻ വരട്ടെ. Let him come. Let him come. Let him come. അവൻ വരയ്ക്കട്ടെ. അവൻ ചിത്രം വരയ്ക്കട്ടെ. Let him draw. Let him draw. അവൻ വരച്ചോട്ടെ. മനസ്സിലായില്ലേ? ഞങ്ങൾ പറയില്ലേ വരയ്ക്കട്ടവൻ. ഓക്കെ. Let him. അവൻ കളിക്കട്ടെ. കുട്ടികളാവുമ്പോ കളിക്കണ്ടേ അല്ലെ? അവൻ കളിക്കട്ടെ. Let him play. Very good. അവൻ പറയാത്തൊരു വേർബ് എടുക്കാം. അവൻ നീന്തട്ടെ. Let him swim. Let him swim. ഇച്ചിരി പ്രയാസമുണ്ട് അല്ലെ? Let him swim. Okay. ഇനി എന്ത് പറയാം? അവൻ വള്ളിച്ചാട്ടം ചാടട്ടെ. അങ്ങനൊന്നും പറയത്തില്ല. Let him
let him skip. Let him skip. Okay, fine. അപ്പൊ him ആയി. me okay, him okay. ഞാൻ okay ആയി, അവൻ okay ആയി. ഇനി അവളായിക്കോട്ടെ, അവൾ ചെയ്യട്ടെ. How can we say? Let she do. Let her Let her do. do. Her do. ഇവിടെ നമ്മൾ നേരത്തെ ഐ മാറ്റി വെച്ചു, ഹി മാറ്റി വെച്ചു. അതുപോലെ ഇവിടെ ഷീ ഒഴിവാക്കിയിട്ട് എന്താ പറയുന്നത്? ലെറ്റ് ഹെർ. എച്ച് ആണ്, ഹെർ ആണ്, HER ഹെർ. അപ്പൊ അവൾ ചെയ്യട്ടെ. കമോൺ, Let Her her do. do. Let her do. let her do. അവൾ ചെയ്യട്ടെ, അവൾ പറയട്ടെ. Let Let her her say. let her say. let her say എന്ന് പറയാം, let her tell എന്ന് പറയാം. അവളെ ചോദിക്കാതിരിക്കാൻ സമയം, അവൾ ചോദിക്കട്ടെ അവള് Let ചോദിക്കട്ടെ. let her ask. യെസ്, ലെറ്റ് ഹെർ. Ask. ഓക്കെ, കേട്ടോണ്ടിരിക്കരുത്, പറഞ്ഞോളൂ. മറ്റുള്ളവർ പറയുന്നോ നിങ്ങൾ കൺസിഡർ ചെയ്യേ വേണ്ട, നിങ്ങൾ പറയാ. ഓക്കെ, ലെറ്റ് ഹെർ ആസ്ക്. അവൾ Ask. ചോദിക്കട്ടെ. ലെറ്റ് ഹെർ ആസ്ക്. ഓക്കെ, അവള് വിളിക്കട്ടെ. അവള് വിളിച്ചപ്പോ എന്താ? അവള് വിളിക്കട്ടെ. Let her call. Let her call. ലെറ്റ് ഹെർ കോൾ. ലെറ്റ് ഹെർ കോൾ. ഫൈൻ, Call. വെരി ഗുഡ്. ലെറ്റ് ഹെർ കോൾ. അവള് കൈയടിക്കട്ടെ എന്ന്. അവള് കൈയടിക്കട്ടെ. Let her clap. Let her clap. Let her clap. Clap. അവള് കൈയടിക്കട്ടെ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ him, me, her. ഇനി അവരായിക്കോട്ടെ, അവർ ചെയ്യട്ടെ. അവർ ചെയ്യട്ടെ. Let them go. Let them do. യെസ്, അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ലെറ്റിലെ ലാസ്റ്റ് ലെറ്റർ ടി ആണ്, ദമ്മിന്റെ ഫസ്റ്റ് ലെറ്ററും ടി ആണ്. 2 ടി അടുപ്പിച്ച് വരുമ്പോൾ നമുക്ക് Let ഒന്നിന്റെ them. ഉച്ചാരണം പറഞ്ഞാൽ മതി. അപ്പൊ ലതം, ടി ഒന്നും കേൾക്കണം എന്നില്ല, എഴുതണം കേട്ടോ. പക്ഷെ പറയുന്ന സമയത്ത് അത് കേട്ടോണം നിർബന്ധമില്ല. അപ്പൊ എങ്ങനെ പറയാം? ലതം ഡു അല്ലെ? Let them അങ്ങനെ do. പറഞ്ഞു. അവര് ചെയ്യട്ടെ അല്ലെ? അവര് കളിക്കട്ടെ. Let them play. Let them Let play. ലതം പ്ലേ. അവരും കേൾക്കട്ടെ, അവര് കേൾക്കട്ടെ. Let Let them them listen. hear. കേൾക്കുക, ഹിയർ, HEAR ഹിയർ. അവര് കേൾക്കട്ടെ, അവര് ശ്രദ്ധിക്കട്ടെ എന്ന്. Let them listen. Them Let them Yeah. listen. Let them listen. ശ്രദ്ധിക്കുക, ലിസൺ. കേൾക്കുക, ഹിയർ. അവര് കാണട്ടെ. എന്താ പ്രശ്നം? Let അവരും them see. കാണട്ടെ. Let them see. Let them see. അവര് നിരീക്ഷിക്കട്ടെ. Let them Let them watch. Let them watch എന്ന് പറയാം. പിന്നെ let them observe. examine. Let them observe. ഇനിയും കാണും കേട്ടോ, ഒരുപാട് വേർഡ്സ്, പര്യായങ്ങൾ കാണുമല്ലോ. അപ്പൊ എളുപ്പമുള്ളത് പെട്ടെന്ന് ഉള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. അവര് വൃത്തിയാക്കട്ടെ എന്ന്. Let them clean. അവര് let them clean. അവര് വൃത്തിയാക്കട്ടെ. അവര് കഴുകട്ടെ. Let Let them them wash. let them wash. അവര് അലക്കട്ടെ. Let them Let them watch. സെയിം. വാഷ് എന്ന് പറഞ്ഞാൽ wash. കഴുകുക, അലക്കുക. Let them wash. അലക്കുക. Let them wash. കഴുകുക. രണ്ടർത്ഥമുണ്ട്. സോ അവര് പാത്രം കഴുകട്ടെ. അതിനിപ്പോ എന്താ? അവരും കൂടെ Let them clean the The dishes. vessels. plates. അവര് പാത്രം കഴുകട്ടെ. Let them wash Let The them dishes. wash. Let them the wash plate. dishes, plate, Dish. vessels, everything. No problem. ഓക്കെ, അപ്പൊ അവര് പാത്രം കഴുകട്ടെ. അപ്പൊ ലെറ്റ് ദം ഓക്കെ ആയി. ഇനി എന്തായിരിക്കും? Let we. ലെറ്റ് വിക്ക് പകരം എങ്ങനെയായിരിക്കും? All. നമ്മൾ എപ്പോഴും പറയാം, ഞാൻ നിർത്തട്ടെ. Let us. ഞാനല്ല, ഞങ്ങളല്ലേ. ലെറ്റ് അസ് ആണ്, US ആണ് അസ്. നമ്മൾ എഴുതുന്ന സമയത്ത് ലെറ്റ് അപ്പോസ്ട്രോഫി എസ് ഇട്ടു, ലെറ്റിന്റെ മേലെ അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എസ് ഇട്ടു, യുഎസിന്റെ ഷോർട്ടൻ. അപ്പൊ ലെറ്റ്സ് അല്ലെ. ഇനി നമുക്ക് പറയാം, നമുക്ക് ചെയ്യാം. അപ്പൊ അർത്ഥം മാറിയില്ലേ? ചെയ്യട്ടെ എന്നുള്ള ഒരു അനുവാദത്തെക്കാൾ ഒരു ഇച്ചിരി കൂടെ സ്വാതന്ത്ര്യം കൂടിയത് കണ്ടോ? നമുക്ക് ചെയ്യാം. ലെറ്റ്സ് ഡു. നമുക്ക് നടക്കാം. Let's walk. ലെറ്റ്സ് വാക്ക്. വാ, വിയുടെ ഉച്ചാരണം, വിയുടെ ഉച്ചാരണം വാ. ഡബ്ല്യൂയുടെ ഉച്ചാരണം ഇച്ചിരി കൂടെ റൗണ്ട് ചെയ്യാം. വോ. ഓക്കെ, അപ്പൊ നമുക്ക് കാത്തിരിക്കാം.
Let's wait. Let me wait. മീയല്ല നീ Let's മാറി wait. നമ്മൾക്കായിട്ടുണ്ട് അപ്പൊ ലെറ്റസ് അല്ലെ അപ്പൊ ലെറ്റ്സ് എന്ന് Let us. പറയുന്നു. ലെറ്റ്സ് വെയിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. Let's wait. ഓക്കെ നമുക്ക് പോകാം. Let's go. ലെറ്റ്സ് ഗോ നമുക്ക് ഒരുമിച്ച് പോകാം. Let's Let us go. together. Let's Let's go go. together. ലെറ്റ്സ് ഗോ ടുഗദർ. ഓക്കെ നമുക്ക് ഒരുമിച്ച് പോവാം. നമുക്ക് വിളിക്കാം. Let us Let's call. ലെറ്റ്സ് കോൾ നമുക്ക് അവനെ വിളിക്കാം. Let's Let's call call him. him. ലെറ്റ്സ് കോൾ ഹിം. ശ്രദ്ധിക്കണേ ലാസ്റ്റിലേക്ക് ഹിം ആണ്. നമുക്ക് അവളെ വിളിക്കാം. Let's call her. her. ലെറ്റ്സ് കോൾ ഹർ. അവളെ വിളിക്കാം. നമുക്ക് അവരെ വിളിക്കാം. Let's call them. Let's call them. Okay. Fine. So this is all for today. ഇന്ന് നമ്മള് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. സ്റ്റാർട്ടിങ്ങില് ക്യാൻ വെച്ചിട്ട് സംസാരിക്കാൻ ചെയ്യട്ടെ എന്നുള്ളതിന് അല്ലെ, കുഡ് വെച്ചിട്ട് ഇച്ചിരി കൂടെ പ്രൊഫഷണൽ ആയിട്ട് ഒഫീഷ്യൽ ആയിട്ട് ഫോർമൽ സെറ്റിംഗ്സിൽ മേ ഐ വെച്ചിട്ടാണ് പറയേണ്ടത്. ഇച്ചിരി കൂടെ ഭയാശങ്കയൊക്കെ ഉണ്ടെങ്കിൽ allow me to ഡു, അങ്ങനെ ഡു മാറ്റിയിട്ട് നമുക്ക് V1 ഏതും ചേർക്കാം, വെർബ് 1. ഇന്ന് നമ്മൾ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ലെറ്റ് ആണ്. അത് നമുക്ക് കാഷ്വൽ ആയിട്ട് ആരെടുത്തും ഇൻഫോർമൽ ആയിട്ട് ആരെടുത്തും സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കാം. ജസ്റ്റ് ഞാനൊന്ന് ചോദിക്കുകയാണ്, സ്പീഡപ്പ് ആയിട്ട് പറഞ്ഞോളൂ. ഞാൻ ചെയ്യട്ടെ? Let me do. Let me do. പെട്ടെന്ന് പറയൂ കേട്ടോ, ആലോചിക്കരുത്. അവൻ ചെയ്യട്ടെ? Let Let him him do. ലെറ്റ് ഹിം ഡു. ബാക്കിയുള്ളവരുടെയും കൂടെ സൗണ്ട് കേൾക്കട്ടെ, മൈക്ക് ഓൺ ചെയ്തോളൂ. ലെറ്റ് ഹിം ഡു. ഓക്കെ, അവൾ ചെയ്യട്ടെ? Let her do. Let her do. Let her do. Okay. അവർ ചെയ്യട്ടെ? Let them do. Let them do. ഞങ്ങൾ ചെയ്യട്ടെ? അല്ലെങ്കിൽ നമുക്ക് do. ചെയ്യാം എന്നുള്ള Let's do. അർത്ഥം കൂടെ വരും. Let's do. Let's do. Let's do. നമുക്ക് ചെയ്യാം, അങ്ങനെ ആയി മാറും. Okay, is it clear for you? Yes. Okay, so today before winding up our class, everybody ആരൊക്കെ റെഡി ആയിട്ട് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് വരാം. നിങ്ങൾ ലെറ്റ് മീ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ലെറ്റ് മീ, ലെറ്റ് ഹിം, ലെറ്റ് ഹെർ, ലെറ്റ് us, ലെറ്റ് them. ഇത് വെച്ചിട്ടൊന്ന് ഒരു ഒറ്റ സെന്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തോളൂ. Who is ready first? Me. Okay, Afla, very good, fine. Afla, come on. Let me. Let me go to the toilet. Let me, അത് ഒന്ന് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്ത് പറഞ്ഞോളൂ. Let me go to the toilet. Let me go to the toilet. ഞാൻ ടോയ്ലറ്റിലേക്ക് പോട്ടെ. Okay, fine. Let him. Let him come to the class. അവൻ ക്ലാസ്സിലേക്ക് വരട്ടെ. Okay, fine. Let her. Let her go to the party. Let her go to the party. അവൾ പാർട്ടിയിലേക്ക് പോകട്ടെ. Let them. Let them go an excursion. Let them go an excursion. Okay, അവര് എന്താണ് ഒരു ടൂർ അല്ലെ, എക്സ്കർഷൻ പോകട്ടെ. അവര് പൊക്കോട്ടെ, ഇനിയിപ്പോ എന്താ. നമുക്ക് പോകാം, അല്ലെങ്കിൽ നമ്മൾ പോകട്ടെ എന്നുള്ളതിനേക്കാൾ ലെറ്റ്സ് പറയുമ്പോ ചെയ്യാം എന്നാണ്, ഒരുമിച്ച് അങ്ങ് ചെയ്യാം എന്നാണ്. നമുക്ക് ലെറ്റ്സ് eat the food. ലെറ്റ്സ് eat the food. നമുക്ക് ഫുഡ് കഴിക്കാം, ഭക്ഷണം കഴിക്കാം. Very good, fine. Okay, I think you could understand Afla, right? Yes, I understand. I understood. Understand മനസ്സിലാക്കുന്നു. No problem. Better is understood, മനസ്സിലായി. Okay, fine. Thank you. You stay there, not a problem, or you can leave. Today's class is over. Next one, come on. അടുത്തതാരാ? പറഞ്ഞിട്ട് ലീവ് ചെയ്യണമെങ്കിൽ ലീവ് ചെയ്യാം, മറ്റുള്ളവരുടെ കേൾക്കണമെങ്കിൽ. Yeah, you sure. Next one. മുന്നോട്ട് വന്നിട്ട് പറഞ്ഞോളൂ. Let me, let him, let her, let them, let us ഒക്കെ വെച്ചിട്ട് ഒരു സെന്റൻസ് ഏതെങ്കിലും, just as you wish.
Prithyu, Sinat's teacher, Sasmita teacher. Yeah, Prithyu, are you ready? Yeah, I'm ready. You say, let me. Let me think in English. Let me think in English. ഞാൻ ഇംഗ്ലീഷിൽ ചിന്തിക്കട്ടെ. Fine, very good. Let him. Let him play cricket. Let him play cricket. ഞാൻ ക്രിക്കറ്റ് കളിക്കട്ടെ. Let her. Sorry, let Let him her- അല്ലേ? Okay, let him. അവൻ കളിക്കട്ടെ. Okay, let her. Let her sing a song. Let her sing a song. അവളൊരു പാട്ട് പാടട്ടെ. Let them. Let them go to the theater. Let them go to the theater. അവര് തിയേറ്ററിലേക്ക് പോട്ടെ. ഇനി let's speak. Let's speak. Let's speak. നമുക്ക് സംസാരിക്കാം. അതാണ് In കൂടുതൽ English. correct. Let's speak in English. നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം. Very good. Thank you, Prithvi. I Thank think you, you could ma'am. understand. Good. Fine. Thank you. Now, next one. Come on. Don't waste your time. You have to on the mic and say. Gayatri, Smita teacher, Sina's teacher, Suresh sir, or anybody else in this Zoom, please do connect. Come on. Okay അല്ലേ? മനസ്സിലായിട്ടുണ്ടോ? Let me. ഞാൻ ഒന്നുകൂടെ പറയാം. Let me. Let me എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. Let me. അതുമാതിരി let him അവൻ ചെയ്യട്ടെ. Let her അവൾ ചെയ്യട്ടെ. Let them അവര് ചെയ്യട്ടെ. Let us എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ ഡിഫറൻസ് ഉണ്ട്. കാര്യമായിട്ട് പറയുമ്പോൾ നമ്മൾക്ക് ചെയ്യാം എന്നായിട്ട് മാറുന്നുണ്ട്. ഓക്കെ. എനിവേസ് ഇതിന്റെ ഒക്കെ ശേഷം നമ്മൾ വെർബ് 1 ബേസ് ഫോം ആ യൂസ് ചെയ്യുന്നത്. ഡു എന്ന് പറയുന്നത് മാതിരി let me do. let me do ആണ് നമ്മൾ let me വെച്ച് പറഞ്ഞ let me do. അതുമാതിരി let him do. let her do. let them do. let's do. ഇങ്ങനെ ആ ഡൂവിന് പകരം നമ്മൾക്ക് ഏത് വെർബ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് ഇൻ വൺ കണ്ടീഷൻ V1 വെർബ് 1 ആയിരിക്കണം. ബേസ് ഫോം പ്രസന്റ് ടെൻസിൽ പറയാം. പിന്നെ നമുക്ക് എന്ത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിന് ശേഷം എക്സ്പാൻഡ് ചെയ്യാം. ഡൂവിന് ശേഷം ലെറ്റ്സ് ഡു ഹോം വർക്ക്. നമുക്ക് ഹോംവർക്ക് ചെയ്യാം. ലെറ്റ് മീ ഡു ഹോം വർക്ക്. ഞാൻ ഹോംവർക്ക് ചെയ്യട്ടെ. അർത്ഥം അങ്ങനെയായി മാറും. ചെയ്യട്ടെ അങ്ങനെയായിട്ട് മാറും. Did you understand my ideas? I think you could understand. Yes, ഇനി ma'am. ആരെങ്കിലും പറയും. ഓക്കെ, ഫൈൻ. എനിബഡി ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്യൂ. അല്ലെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. ഐ തിങ്ക് യു കുഡ് അണ്ടർസ്റ്റാൻഡ്. ലെറ്റ്സ് വൈൻഡ് അപ്പ്. മേ ഐ ഗിവ് ഓവർ? അവസാനിപ്പിക്കട്ടെ? Nobody respond. Okay. I think you could understand. If you have any doubt in it, please do inform me and come to my personal message PM. Okay. In the personal WhatsApp like vara doubt clear ayya. And thank you so much. Next Sunday namukku veendum meet cheyyam. Till then, take care. Bye. Good night. Okay, fine. Good night, ma'am. Thank Okay, bye. Good night.